ഹലോ ഗൈസ്, ഹലോ. നമ്മളിപ്പോൾ ഇവിടെ ഒരു ലോട്ടസ് ഗാർഡനിലേക്ക് വന്നിരിക്കുകയാണ്. ബ്ലൂ വാട്ടർ ലോട്ടസ് ഗാർഡൻ അങ്ങനെയല്ലേ? സംഭവം മനസ്സിലായല്ലോ. ആ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അച്ഛനും അമ്മയും ഞാനും സ്വാമോനും. നമ്മൾ ഇവിടെ എന്തൊക്കെ കാണുന്നത് നിങ്ങളെ കാണിച്ചു തരാം. നമുക്കൊരു ഐഡിയ ഇല്ല. കിട്ടിയിട്ടുണ്ട്. നമുക്ക് മാപ്പൊക്കെ എടുത്ത് ഇതിനകത്ത് വെച്ച് കാണാൻ എന്നാ തോന്നിയ പോലെ ഞങ്ങൾ നടന്നിട്ട് ഓരോന്നായിട്ട് കാണിച്ചു തരാം. എല്ലാവരും കൂടെ താമരക്കുളത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ള മഞ്ഞത്താമരയും റോസ് താമരയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഭംഗിയുള്ളൊരു അമ്പൽക്കുളം. ഭാർഗവിക്കുട്ടിയുടെ സ്ഥിരം മണ്ടത്തരം കൂളിംഗ് ഗ്ലാസ് വിട്ടിട്ട് അവിടെ നിന്ന് ലൈറ്റ് ഇല്ല മോനെ, ഇവിടെ ഇരുട്ടാണ് മോനെ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ നമുക്ക് പുറത്തുനിന്ന് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. സ്വാമോൻ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറായിട്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ എങ്ങോട്ടാണ് സ്വാമോൻ പോകുന്നത്? ഇതിനകത്ത് നമ്മൾ ജയന്റ് ആമസോൺ ലില്ലി കാണാൻ വേണ്ടി പോവാണ്. ജയന്റ് ആമസോൺ ലില്ലി ട്രോപ്പിക്കൽ വേൾഡിലാണ് ഉള്ളത്. അമ്പരചുംബികളായ മറ്റേ ക്രോക്കഡൈലിനൊക്കെ വെച്ചിട്ട് അതാ ക്രോക്കഡൈലിന്റെ ഇതിനെയൊക്കെ. സ്വാമോന് ക്രോക്കഡൈലിനെയും പാമ്പിനെയൊക്കെ എന്ത് ഇഷ്ടമല്ലേ അല്ലേ? സ്വാമോന്റെ ഏറ്റവും ഫേവറേറ്റ് ജീവികൾ അതല്ലേ? ഇഷ്ടമല്ല എനിക്കതൊന്നും. ജയന്റ് ലില്ലിന്റെ ജയന്റ് ആമസോൺ വാട്ടർ ലില്ലി നോക്കി നിൽക്കുന്ന ഭാർഗവോൾ ഫുൾ എക്സൈറ്റഡ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ജയന്റ് ലില്ലീസും കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കുക ഇവിടെ. ആര് നോക്കി അവിടെ ഒരു കുഞ്ഞു ലില്ലി, പക്ഷെ നിറയെ തോൺസ് ഉള്ളതും ഇവിടെ വലുത് കുറെ എണ്ണങ്ങൾ. ഇത് ലില്ലിയാണോ? ലില്ലിന്റെ ഇതാണോ? ബേസ് ആണോ? ലില്ലിയുടെ ലില്ലി എന്ന് പറയുന്നത് അതാണല്ലോ. ആണോ? ഫ്ലവർ അല്ലേ? ഇത് ജയന്റ് ആമസോൺ ലില്ലി. ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന വാഴ കാണാൻ വേണ്ടി വന്ന സ്വാമോൻ. ക്രോക്കഡൈൽ പ്ലാന്റിനെ കാണാൻ വന്ന സ്വാമോൻ. ക്രോക്കഡൈൽ ഇങ്ങനെ നീണ്ടി തുടിക്കുമ്പോൾ അതിന്റെ നടുക്കുള്ള ഇലകളെ കാണാനാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ക്രോക്കഡൈലിന് പേടിയാണ്, പക്ഷെ ഭയങ്കര ധൈര്യമാണ് പ്ലാന്റ് കാണാൻ പോവാൻ. ഇങ്ങനൊരു മണ്ടൻ. ഇവിടെ ഒരു ക്രോക്കഡൈൽ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പ്ലാന്റ്. ഇതിന്റെ അണ്ടർ സൈഡ് നോക്കുകയാണെങ്കിൽ, അതിന്റെ തിരിച്ചിട്ടിരിക്കുന്ന സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ സ്പൈക്സ് പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ വേറൊരു ആമസോൺ ലില്ലിന്റെ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുക. അത് ശരിക്കും എല്ലയല്ല, ആമസോൺ ലില്ലി മാത്രമേ ഒരു സൗത്ത് അമേരിക്കയിലെ ആമസോൺ ലില്ലി. ഇതിനകത്ത് ശരിക്കും ഒരു കുട്ടീനെയൊക്കെ കിടത്താൻ പറ്റുന്നത്ര സ്ട്രോങ് ആയിട്ടുള്ള ഇലയാന്ന്. കുട്ടീനെ കിടത്തട്ടെ? നല്ല വൈറ്റ് ലില്ലി പൂക്കളും അതിൽ നല്ല രസമുള്ള ഇലകളും. ചെറിയ മീനുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. മറ്റേ ഗോൾഡൻ ഫിഷ് ഒക്കെ ഉണ്ട്. ഇവിടെ കാണുന്നില്ലല്ലോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഭയങ്കര ബുദ്ധിയാണ്. ഇവിടെ ഇരുന്നിട്ട് ഇതിനകത്ത് ഫുഡ് ഇട്ട് കൊടുത്ത് ഭക്ഷണം കഴിപ്പിച്ച് ചാർജ് ചെയ്യാന്ന്. സ്വാമോൻ തൊട്. എങ്ങനെയുണ്ട് തൊട്ടിട്ട്? തൊടാൻ നല്ല രസമുണ്ട്. മിക്കവാറും തൊടാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് കുഴപ്പമില്ല, തൊട്ടപ്പോഴും സുഖം. ഇതിന്റെ അടിഭാഗത്ത് മുള്ളാന്നൊക്കെ പറഞ്ഞ് പറയും. കുട്ടി എടുത്തതിനെ മറിച്ചിടുന്നുണ്ട്. ഒരു കുത്ത് കിട്ടിയല്ലോ. അത് ചോദിച്ചു വാങ്ങിച്ചതാ. അത്രയും തൊടാൻ പോണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കീറുകയും ചെയ്തു. നല്ല സുഖം തൊടാനല്ലേ ശരിക്കും. ഭയങ്കര ഒരു ഹായ്. നമ്മളിങ്ങനെ ജയന്റ് ലില്ലി കണ്ട് നടന്ന് പോവാണ്. ഇവിടെ കുറേ തവളകളുടെ ഇത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഫുൾ തവളകള്, പല വലിയ തവളകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് നല്ല അടിപൊളി ലോട്ടസ് ഉണ്ട് കേട്ടോ. ഭാസ്കരൻ പിള്ള എന്നാണ് ഈ തവളേൻ്റെ പേര്. നമ്മളൊരു ട്രീ ഹൗസിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. ചുറ്റും ആമ്പലും പൂക്കളൊക്കെ ആയിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു ട്രീ ഹൗസ്. വാഴക്കൊലയും. അച്ഛൻ ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ വാഴക്കൊലയാണ്. വാഴക്കൂമ്പ് ഒടിച്ച് തോരൻ വെക്കാൻ വേണ്ടി പോകുന്ന ദാസൻ. എന്താ രസം. ഞാൻ ഈ ട്രീ ഹൗസിനകത്തേക്ക് ഇങ്ങനെ കയറി പോവാണ്. അച്ഛൻ നേരത്തെ കയറി വന്ന് തല നല്ലൊരു ഇടി ഇടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ഹൈറ്റ് എന്നുള്ളൊരു വ്യൂ ഇങ്ങനെ കാണാം. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാൻ എളുപ്പമായിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ലൈഡും ഉണ്ട്. ദാസനും ഭാർഗവും അവിടെ നിൽക്കുന്നുണ്ട്. സ്വാമോൻ ട്രീ ഹൗസിനകത്ത് കയറി ഇത് ഷിപ്പാന്നുള്ള തെറ്റിദ്ധാരണയിൽ ഓടിച്ചു കളിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ ഇന്നെ നിന്ന് വെള്ളമൊക്കെ പോകുന്ന പോലെ. ഇത് തിരിക്കുമ്പോൾ അവിടെ വെള്ളം നനയ്ക്കാനുള്ള സാധനമായിരിക്കും. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഒരു വെള്ളത്തിന് ഈ കണ്ട പ്ലാസ്റ്റിക് കൊണ്ടല്ലേ വെള്ളം നനയ്ക്കാൻ പോകുന്നത്. ചിലപ്പോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലോ.
സ്വാമോൻ നമ്മുടെ സ്ലൈഡിൽ വരാൻ പോവാണ്. ആ വരട്ടെ വരട്ടെ. ജെറ്റ് ഹായ്, നല്ല രസം. സ്ലൈഡിൽ വന്നതിന്റെ എക്സൈറ്റ്മെന്റ് കഴിഞ്ഞ ഉടനെ അവിടെ ജെറ്റ് പോകുന്ന എക്സൈറ്റ്മെന്റ്. ഈ പൂക്കൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര ഭംഗി. പല പല കളേഴ്സ് ഇങ്ങനെ തൊട്ടടുത്ത് നിന്നിട്ട് ഇങ്ങനെ കാണാൻ എന്താ ഇതൊരു ഭംഗിയാ. ഫുള്ളിങ്ങനെ ആമ്പൽപ്പൂക്കൾ. ഇത് ആമ്പൽപ്പൂക്കളല്ലേ? താമരയും ആമ്പലും അല്ലേ? ഭാർഗവിക്കുട്ടി നല്ല ഹാപ്പി ആയിട്ട് പൂക്കളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട്, പൂക്കളെ ഡ്രസ്സ് ഇട്ടിട്ട്. ഭാർഗവിക്കുട്ടി ഇവിടെ ഹൈപ്പർ എക്സൈറ്റഡ് ആയിട്ട് നടക്കുന്നുണ്ട്. പൂക്കളൊക്കെ കണ്ട് പൂക്കൾ ഭയങ്കര ഇഷ്ടമായിട്ട് പോയി മുള്ളിലൊക്കെ തൊട്ട് മുള്ളൊക്കെ കൊണ്ട് തൊടണ്ടെന്ന് 10 വട്ടം പറഞ്ഞ് മുള്ളു കൊണ്ട് ഇതാ തൊട്ട് നോക്കൂ. പൂക്കളൊക്കെ കണ്ട് നല്ല ഭംഗിയില കാണാൻ. നമ്മൾ അടുത്തുനിന്ന് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇതിനെ തൊടുന്നതൊക്കെ. ഹായ് ഹായ്, നല്ല സോഫ്റ്റ് അല്ലേ? ദാസൻ അമ്പൽപ്പൂ അതിൽ പൊടിക്കണ്ട. ഇവിടെ തൊടി തലോട്. അമ്പൽപ്പൂവിനെ തലോടിക്കും അങ്ങനെ. ഹായ്, എന്ത് രസം. അമ്പൽപ്പൂവിനെ തലോട്. കൊടയും പിടിച്ച് നിൽക്കുന്ന ഭാർഗവിക്കുട്ടി. ഇവിടെ നമ്മൾ മറ്റേ നാഷണൽ ജിയോഗ്രഫിക്കിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള മറ്റേ കാർണിവോറസ് പ്ലാന്റ്. അതിനകത്തേക്ക് എന്തെങ്കിലും ഒരു സാധനം പോയി കഴിഞ്ഞാൽ അതതിനെ അടച്ച് അതിനെ കൊന്ന് അത് കഴിക്കുന്ന പ്ലാന്റ്. സ്വാമോ എന്താ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ, അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിൽ നിന്നും കാണാനല്ലേ നല്ല രസം. സ്വാമോന്റെ എൻ്റെ മേത്ത് മാത്രം ഈച്ചകൾ വരുന്നു. എന്താണെന്നറിയില്ല. ഇവിടുത്തെ പൂക്കളിൽ പോലും പോയിരിക്കുന്നില്ല. നമ്മുടെ മേത്തേക്കാണ് ഈച്ചകൾ വന്നിരിക്കുന്നത്. അതെടുക്കൂ ഇതെടുക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. കാണാത്ത പൂവെടുക്കാൻ ഭാർഗവിക്കുട്ടി പറഞ്ഞുകൊണ്ട് നമ്മളിതാ കാണാത്ത പൂവാണിത്. ഒരു കൊമ്പും ഒരു ജസ്റ്റ് ഒരു ഇതല്ലേ. കാണാത്ത പൂവ് നോക്കി നിൽക്കുന്ന ഭാർഗവിക്കുട്ടിയും ഇതിപ്പോ എന്ത് പോവാ, വലിയ ഭംഗിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പുച്ഛം പാവത്തോടു കൂടി വരുന്ന ദാസേട്ടനും ഞാനും ദാസേട്ടനും കൂടെ ഇങ്ങനെ പൂക്കളൊക്കെ കണ്ട് നല്ല തൊട്ടടുത്ത അമ്പലും ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ നമ്മുടെ സാധാ വയലറ്റ് കളറിലുള്ള ലില്ലി. ഇനി നമ്മൾ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ കളറിലുള്ള വേറെ കുറേ ലില്ലികൾ, വാട്ടർ ലില്ലി പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ റോസ് കളറ്, ഇവിടെ ഒരു മഞ്ഞ കളറ്, ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ലൈറ്റർ റോസ്, അങ്ങനെ പല പല കളർ ലില്ലികൾ. ലില്ലികളുടെ ഇടയിലൂടെ തുള്ളിച്ചടി നടക്കുന്ന സ്വാമൻ. ലില്ലികളുടെ ഇടയിൽ ഭാർഗവിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചുവന്ന പൂവ്. സ്റ്റീപ്പായിട്ടുള്ള കയറ്റം ഭാർഗവിക്കുട്ടിനെ തള്ളി കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് സ്വാമൻ. അയ്യോ കയറി. വാട്ടർ ലില്ലി കണ്ടാൽ ഇത്ര എക്സൈറ്റഡ് ആവുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇത് ലില്ലി കണ്ട് പ്രാന്തായ സ്വാമൻ. ഇവിടെ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് പൂവും, ഇങ്ങനത്തെ നിറയെ പൂക്കളും ചെടികളും അതും ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. കൊടയും പിടിച്ച് ഭാർഗവിക്കുട്ടി സ്റ്റൈൽമനായിട്ട് സ്വാമൻ. ദാസൻ ഇങ്ങനെ സ്റ്റൈലാക്കാൻ വേണ്ടി പ്രത്യേക നടത്തമൊക്കെ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ തൂക്കിയിട്ട ചെടി നല്ല രസമുണ്ട് അടുത്തുനിന്ന് കാണാൻ. നോക്കൂ, നല്ല ഭംഗി. അത് നല്ല ഇരിക്കാനുള്ളൊരു സ്ഥലമല്ലേ? ഭാർഗവിക്കുട്ടി എവിടെ പോയാലും കുട പിടിക്കും. തണലത്താണെങ്കിലും കുട, ചൂടത്താണെങ്കിലും കുട. നമ്മളിവിടെ ഇരുന്ന് വ്യൂ ആസ്വദിക്കുകയാണ്. എല്ലാരും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ വ്യൂ ആസ്വദിക്കുക. ഓ അതൊക്കെ ആ പക്ഷി ഇതൊക്കെ നല്ല രസമല്ലേ? അതെന്തോ മറ്റേ റണ്ണിങ് റേസ് ഒക്കെ വെച്ച പോലെ ഭയങ്കര സ്പീഡിലത്. അത് കാലിങ്ങനെ അതിൽ തട്ടിച്ചോണ്ട് ഇങ്ങനെ കിടക്കും. നമ്മൾ നല്ല ഭംഗിയുള്ളൊരു ബ്രിഡ്ജിൽ ഇങ്ങനെ കയറി നടക്കുകയാണ്. നമുക്ക് ബ്രിഡ്ജ് കാണിച്ചു തരാവേ. നീ ഓടിക്കോ. ഓട് 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 അച്ഛനോട് ഓട്. ഡാൻസ്. ഈ ഒരു കൊടയൊരു ഞാനും സ്വാമോനും കൂടെ ഇവിടെ ഒരു ഡ്രാഗണിൻ്റെ പടമുള്ളൊരു ബ്രിഡ്ജ്
അതിൻ്റെ മുകളിൽ തിരിഞ്ഞ് നടക്കാൻ പോവുകയായിരുന്നു. അതെ. പക്ഷേ അവിടെ സ്നേക്ക് സ്പോട്ടഡ് എന്നുള്ള ഒരു ബോർഡ് കണ്ടപ്പോൾ അപ്പൊ തന്നെ ഞങ്ങൾ റൂട്ട് മാറ്റി. സ്വാമോൻ റൂട്ട് മാറ്റി. പക്ഷെ ഞാൻ ഇതിനകത്തൊന്ന് കയറിയാലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പോയി വരൂ. ഇവിടെ പക്ഷെ ഫുൾ നോക്കിയാൽ ഡ്രാഗണിന്റെ ഇതുപോലെ മൊത്തം ചെയ്തേക്കുന്നത്. ഡ്രാഗണിന്റെ അതുപോലെ ഫുള്ള് ബ്രിഡ്ജ് ചെയ്ത് വെച്ചിരിക്കുന്നു. നല്ല രസമുണ്ട് ഇത് കാണാൻ. എന്താ പ്ലസ് ഇതൊക്കെ അവിടെ ഒരു നല്ലൊരു ഭംഗിയുള്ള ഡ്രാഗൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രാഗൺ കുഞ്ഞ്. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം. ഭാർഗവി കുട്ടിക്ക് വേണ്ടി അടുത്ത ചെടി അപ്പൂപ്പൻ താടി പോലത്തെ പച്ചച്ചെടി. അപ്പൂപ്പൻ താടി പോലത്തെ ചെടിയും കണ്ടുകൊണ്ടിരിക്കുന്ന ഭാർഗവി. കമ്പത്തിരി കത്തിക്കില്ലേ എന്നേരം ഇങ്ങനെ എടുക്കുമോനെ. അങ്ങനെ അതായിരുന്നു നമ്മുടെ ലോട്ടസ് ഗാർഡൻ ട്രിപ്പ്. ഇപ്പോൾ ഇവിടെ ലോട്ടസ് ഗാർഡൻ കഴിഞ്ഞ് എല്ലാവരും ചുമ്മാ കുറച്ച് നേരം ഒന്ന് നല്ല തണലത്ത് റെസ്റ്റ് എടുക്കുക. നല്ല വെയിലുണ്ടായിരുന്നു അല്ലേ? നല്ല പ്രോപ്പർ വെയിലും ഇതൊക്കെ ആയിട്ട്. പക്ഷെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരു ഷെയ്ഡ് പോലെ കെട്ടി വെച്ചോണ്ട് നല്ല സുഖം. പക്ഷെ ഇതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാഴ്ച. അങ്ങ് ദൂരെ ഒരു മല, താഴെ ഒരു തടാകം പൊത്തത്, കുറേ ലോട്ടസുകൾ, ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മളിവിടുന്ന് പോകാൻ പോകുന്നു. ഇത് മലയാളമുള്ളി വ്ലോഗാണോ? പക്ഷികൾ. $26 പെർ പേഴ്സൺ ഇവിടെ കയറാൻ വേണ്ടിയിട്ട്. അതൊരു ഇൻഫർമേഷനായി പറയുന്നു. അപ്പോൾ ബൈ.